ദീപിക സ്വീറ്റ് എഡ്യൂക്കേഷൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് ആദരം 2025 വിദ്യാർത്ഥികളുടെയും സ്കൂളുകളുടെയും വൻ പങ്കാളിത്തം. കാഞ്ഞിരപ്പള്ളി പാൽസറ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്തു. തങ്ങളുടെ മേഖലയിലെ കഴിവുകൾ തിരിച്ചറിയുന്നവരായി ഓരോ കുട്ടിയും മാറണമെന്നും ജീവിതത്തിൽ വിജയവും സന്തോഷവും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്നും അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ പറഞ്ഞു. ഓരോ വിജയവും ഓരോ കുട്ടിയുടെയും സഫലമാക്കുന്ന യാത്രയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവന്റെ സാധ്യതകളിൽ അവന്റെ മനസ്സിലുമൊക്കെയുള്ള ഇല്ലാത്തതിനെയെല്ലാം വേണ്ടാത്തതിനെയെല്ലാം മാറ്റി നിർത്തി കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന രൂപഭദ്രതയുടെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. അതുകൊണ്ട് അറിവ് നേടിയത് മാത്രമല്ല, അതിനപ്പുറത്തെ അറിവ് നേടാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ കോളേജ് സ്കൂളിലോ പോകണമെന്നില്ല. ഇന്ന് ലോകം വിശാലമായ ഒരു വലിയ നെറ്റിലാണ്. അതുകൊണ്ട് അറിവിൻ്റെ പ്രശ്നമല്ല വിദ്യാഭ്യാസം. നമ്മൾ പറയാറുണ്ട് ഈ ആ ഒരു അറിവിനെ സ്വായത്തമാക്കുമ്പോൾ അതെങ്ങനെ മറ്റുള്ള ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തലമുറയായിട്ട്. എനിക്ക് തോന്നുന്നത് വേദനയോടെ പറയട്ടെ, അതിൽ നിന്ന് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നു. ആ മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികത വാസ്തുവിനെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞ് അർത്ഥം നഷ്ടപ്പെടുന്ന അർത്ഥത്തിലേക്ക് മാറുക. ആ അധാർമികത പലപ്പോഴും സമൂഹത്തിൽ വർദ്ധിച്ചു വരും. ഇതിനൊരു വിധയുള്ള നിലപാടെടുക്കേണ്ട വിദ്യാസമ്പന്നമായ സമൂഹമാണ്. പക്ഷെ കേരളം പോലെ ഏറെ വിദ്യാസമ്പന്നമായ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകൾ എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. പത്രങ്ങളിലും മറ്റു മീഡിയയിലും ഒക്കെ വളരെയേറെ നമ്മളെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന അവസ്ഥകളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ പങ്കാളികളാകണമെന്നും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ദൈവവിശ്വാസമുള്ളവരായി വളരണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള അധ്വാനശീലം ഓരോ കുട്ടിയിലും പരിശീലിപ്പിക്കണമെന്നും പരാജയങ്ങളോട് പരിഭവമില്ലാതെ വിജയത്തിലേക്കുള്ള പാതയിൽ കുരുന്നുകൾ മാറണമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാടുകളിൽ ജന്മം നൽകിയ നാടാണ്. ഈ നാടിന്റെ വളർച്ചയുടെ കഴിവുകളും സിദ്ധവും എല്ലാം പ്രയോജനപ്പെടുത്തുമെന്നുള്ള കാര്യം ഒന്ന് അറിവിലിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകണം. കേവലം സ്വാർത്ഥസ്വപ്നങ്ങളിൽ എനിക്കെന്തെങ്കിലും പണം ഉണ്ടാക്കണം, എന്റെ കാര്യം സുരക്ഷിതമാക്കണം എന്നുള്ള സങ്കീർണ സ്വപ്നങ്ങളിൽ നമ്മൾ ഒതുങ്ങിപ്പോകുന്നത് എന്നാണ് എനിക്ക് വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നിങ്ങളോട് പറയാനുള്ളത്. രാഷ്ട്രദീപിക ലിമിറ്റഡ് MD ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, രാഷ്ട്രദീപിക ഡയറക്ടർ ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ദീപിക ജനറൽ മാനേജർ ഫാദർ ജിനു പുന്നമറ്റത്തിൽ, രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത്, ദീപിക AGM ആൻഡ് PRO മാത്യു കൊല്ലമന കരോട്ട്, DCL നാഷണൽ കോർഡിനേറ്റർ വർഗീസ് കൊച്ചുകുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സി കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ജിബിൻ ബിനു ജോസഫ് കരിയർ ശില്പശാല നയിച്ചു. SSLC+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകൾ, SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾ, +2 സയൻസ് വിഷയത്തിൽ 80% മുകളിൽ മാർക്ക് നേടിയവർ എന്നിവരെ അവാർഡ് ദാന ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.